ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൽക്കി മൂവി കാണാൻ വേണ്ടി വന്നേക്കാം. ഒരു രക്ഷയില്ല, അടിപൊളി മൂവിയാണ്. പക്ഷേ തിയേറ്ററിൽ തന്നെ പോയി ഇന്ന് കാണാം, എന്നാലും മൂവിയുടെ ഒരു ഇത് കിട്ടുള്ളൂ. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിട്ടല്ലേ? സെക്കൻഡ് പാർട്ടാണല്ലോ എൻ്റെ മെയിൻ. ഇപ്പോൾ കമൽഹാസനൊക്കെ എന്താ പറയുക, റോളിലായിരിക്കുകയാണല്ലോ, അടുത്ത സീനിലേക്ക് വന്നേക്കാണല്ലോ. കറക്റ്റ് ഒരു ഇംഗ്ലീഷ് മൂവി പോലെ തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് വന്നിരുന്ന് കാണണം. അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും എന്താ പറയുക ഒരു ഇതുണ്ടാവില്ല. തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണണം. നാട്ടിലൊക്കെ 3D ആണ് തോന്നുന്നു, ഇവിടെ 3D കിട്ടിയില്ല ഞങ്ങൾക്ക് നോക്കിയിട്ട്. ഹായ്, നമ്മളപ്പോൾ പെട്ടെന്ന് റൂമിലേക്ക് പോകുന്നുണ്ടോ? കാരണം സമയം 4:30, വെളുപ്പിന് 4:30 പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് 1 മണിക്ക് തുടങ്ങി. 4:30, 1 മണിക്കല്ല, 1 മണി കഴിഞ്ഞിട്ട് തുടങ്ങി. ഇത്ര ലൈറ്റായിട്ട് തുടങ്ങി. ഒരു ഇംഗ്ലീഷ് മൂവികൾ പഴയ പടം അവഞ്ചേഴ്സെല്ലാം കണ്ട ഒരു ചെറിയൊരു ഫീൽ തോന്നിയെങ്കിലും, പ്രഭാസിന്റെ കുറച്ച് സീനുകളൊക്കെ അങ്ങനെ തോന്നിയെങ്കിലും പടം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും തന്നെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ വേറെ എടുത്തു പറയാനുള്ളത്, മലയാളത്തിൽ കുറേ നടന്മാരൊക്കെ ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ കണ്ട കുറേ നടന്മാരൊക്കെ ഉണ്ട്, നടിമാരുണ്ട്. എല്ലാവരും സൂപ്പറായിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് ലാഗിങ് ആയിരുന്നു പ്രഭാസിന്റെ കോമഡി കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. എന്താണെന്ന് വെച്ചാൽ പടം എത്ര 3 മണിക്കൂർ കഴിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. ആ തുടക്കത്തെ ഒരു ചെറിയൊരു ലാഗിങ് ഒഴിച്ച് കഴിഞ്ഞാൽ പടം അടിപൊളി, ഒരു രക്ഷയില്ലാത്ത പടം. തിയേറ്ററിൽ തന്നെ പോയിരുന്നു കാണാം. വേറെ നിവർത്തിയില്ല. ഫോണിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പകുതി പോലും ഫീൽ കിട്ടില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് ആ പടം ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സെക്കൻഡ് പാർട്ടോ, ഇതിന്റെ സംവിധായകന്റെ അടുത്ത മൂവി മഹാഭാരതം എന്ന് പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതം ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് ചുവടുവെപ്പാണ് ഈ മൂവി. അതിന്റെ ഒരു ട്രെയിലറാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അതുപോലെ ചെയ്തു വെച്ചേക്കുന്നത്. എന്തായാലും ഇനിയിപ്പോ സെക്കൻഡ് പാർട്ടിനും അതേപോലെ തന്നെ മഹാഭാരതത്തിനും കട്ട വെയിറ്റിംഗ് ആയിരിക്കും ആളുകൾ. ഇത് കണ്ട ആളുകൾ എല്ലാവരും പരമാവധി തിയേറ്ററിൽ തന്നെ പോയി കാണാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പടം കാണാൻ പോണ സമയത്ത് എന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ പേടിയെല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പ്രഭാസിന്റെ കുറച്ച് പടങ്ങളെല്ലാം പൊളിഞ്ഞല്ലോ അതിനിടയിൽ വെച്ച്, മറ്റു ഭയങ്കര ഗ്രാഫിക്സ് കയറ്റി കഴിഞ്ഞ പടങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു പടം കാണാൻ പോകാൻ തന്നെ. പക്ഷെ അതൊന്നും ഇതിനെ ബാധിക്കത്തില്ല. ആ ഒരു രീതിയല്ല ഈ പടം. അവസാനത്തെ പടമായ പ്രഭാസിന്റെ സലാർ അടിപൊളി പടമായിരുന്നു. പക്ഷെ ആ സെറ്റ് ടൈം കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ KGF ആ ഒരു ലൈൻ തന്നെയാണെന്നുള്ളത്. പക്ഷേ സലാറും തിയേറ്ററിൽ പോയി കണ്ട ഒരു പടം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതിന് മുമ്പ് ഇറങ്ങിയ ആദിപുരുഷല്ലേ, ആദിപുരുഷ് ഭയങ്കര മോശം പടമായി പോയി. ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം കിട്ടി അത്ര ആൽബാക്കി കളഞ്ഞ ആ പടം. പക്ഷെ ആ പടത്തിനെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് സൂപ്പർ പടം.